ഇപ്പം ഞാൻ നിന്നോടൊരു ഡീപ്പ് സീക്രട്ട് പറഞ്ഞു. ഓക്കെ. നീ മാത്രം എൻ്റെ ലൈഫിൽ അറിയാൻ ആഗ്രഹിക്കുന്ന ഡീപ്പ് സീക്രട്ട്. ഓക്കെ. ഞാൻ നിന്നോട് പറഞ്ഞ കാര്യം നീ ഏതെങ്കിലും ഒരാളോട് ജസ്റ്റ് ഷെയർ ചെയ്തു. ചിലപ്പോൾ നമ്മുടെ കോമൺ ഫ്രണ്ട് ആവാം. ഈ ഷെയർ ചെയ്ത കാര്യം നമ്മളൊരു ഗെറ്റ് ടുഗദർ വന്ന സമയത്ത് ഈ പറഞ്ഞ വ്യക്തിയും ആ ഗെറ്റ് ടുഗദറിലുണ്ട്, നമ്മളെല്ലാവരും ഉണ്ട്, ആ തേർഡ് പേഴ്സണും ഉണ്ട്. നമ്മളെല്ലാവരും ജാളിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെ കമൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് തേർഡ് പേഴ്സണാണ് എൻ്റെ ഈ സീക്രട്ട് എടുത്ത് പറഞ്ഞത് എന്ന് വിചാരിക്കുക. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, എൻ്റെ സബ്ജക്റ്റിവിറ്റി പ്രകാരം, അതായത് ഞാൻ പഠിച്ച കാര്യങ്ങൾ പ്രകാരം എനിക്ക് അവിടെ റിയാക്ട് ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ സങ്കടപ്പെട്ട് കരയാം. ഞാൻ നിന്നോട് പറഞ്ഞ സീക്രട്ട് പറഞ്ഞ സങ്കടപ്പെട്ട് കരയാം, നിന്നോട് ദേഷ്യപ്പെടാം, നീ നിന്നോട് മാത്രം പറഞ്ഞ കാര്യം പറഞ്ഞു ദേഷ്യപ്പെടാം. മൂന്നാമത്തെ, അതാണ് എൻ്റെ ഫേവററ്റ് സാധനം, ഞാൻ ഫോളോ ചെയ്യുന്ന കാര്യം. അവിടെ നമുക്ക് ആ പേഴ്സണെ മനസ്സിലാക്കാനായിട്ട് ആ സിറ്റുവേഷൻ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഫോർത്ത് ലെവൽ കൂടെ ഉണ്ട്. ഈ ഒരു എക്സാമ്പിൾ ആയതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. നീ 3 സിറ്റുവേഷൻ പറഞ്ഞു, അതിന്റെ കുറച്ചുകൂടെ ഒരു അടുത്ത ലെവൽ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതിന് ഇന്റർപ്രേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നിന്റെ ഒരു ഡീപ്പ് സീക്രട്ട് നിനക്ക് പോലും സൂക്ഷിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നീ ആ ഫ്രണ്ടിനോട് പറഞ്ഞത്. ആൻഡ് യു ആർ എക്സ്പെക്ടിങ് ദാറ്റ് പേഴ്സൺ, അയാൾ അത് വേറെ ആരോടും പറയാതിരിക്കണം എന്ന് നീ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നീ സീക്രട്ട് പറഞ്ഞ ആള് അയാളുടെ അടുത്ത് നിന്ന് ആ ഇൻഫർമേഷൻ വേറൊരാൾക്ക് പോയിട്ടുണ്ടെങ്കിൽ അയാളെ ഫൊർഗീവ് ചെയ്യാനും അയാളെ മനസ്സിലാക്കാനും ഒക്കെ ഈ രീതിയിലും കൂടെ ഒന്ന് ചിന്തിക്കാൻ ഞാൻ ആഡ് ചെയ്തതാണ്.